നാം ഒരു നല്ല കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ വല്ലാത്ത പേടിയും സംശയവും നമ്മെ പിടികൂടുന്നുവെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? കാരണം അന്വേഷിച്ച് എവിടെയും പോകേണ്ടതില്ല. നമുക്കുള്ളിൽ തന്നെയാണ് അതിൻ്റെ കാരണമായ ഉത്തരം കിടക്കുന്നത്. അതായത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാം ചിന്തകളാണ് നമുക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് വെറുതെ നിരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. മിക്ക ചിന്തകളും ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ കൈകളിലാണ്, അതിൻ്റെ വിജയത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം എൻ്റെ കൈകളിലാണ് എന്നുള്ള ഭാരമുള്ള ചിന്തകളായിരിക്കും മനസ്സ് നിറയെ. മനസ്സിൻ്റെ ഇത്തരം ചിന്തകളാണ് ആ സമയം മൊത്തം നമ്മെ തന്നെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള അവയവങ്ങൾ പോലെ ഒരു അവയവം മാത്രമാണ് നമ്മുടെ ബ്രെയിനും. ആ ബ്രെയിനിലുള്ള ഇത്തരത്തിലുള്ള ഭാരമുള്ള ചിന്തകളാൽ നിയന്ത്രിക്കപ്പെടേണ്ടവരല്ല നാം ഓരോരുത്തരും. നാം എല്ലാവരും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാനായി നമ്മുടെ സൃഷ്ടാവിൻ്റെ വഴി നടത്തലിലാണ് ഓരോ നിമിഷവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ നാം ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനായി നാം ഇറങ്ങുമ്പോൾ ആ സൃഷ്ടാവിൽ വിശ്വാസം അർപ്പിച്ച്, അവിടെ നിന്നും ലഭിക്കുന്ന ആ ദിവ്യബോധനത്തിൽ വിശ്വാസമർപ്പിച്ച് പൂർണ്ണമായും അവനിൽ ഭരമേൽപ്പിച്ച് കൊണ്ടൊന്ന് ഇറങ്ങി നോക്കിയേ. നന്മയുള്ള ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിലും അത്ഭുതകരമായും വിജയം നേടുന്നത് കാണാനാകും. സംശയവും ഭയവും പിശാചിൽ നിന്നുള്ളതാണ്. പിശാചിന് സ്ഥാനം കൊടുത്തയിടത്ത് ഒരിക്കലും സൃഷ്ടാവിൻ്റെ ഉദ്ദേശം നടക്കുകയില്ല. അതുകൊണ്ട് തടയിടേണ്ടതായ പൈശാചിക ചിന്തകളിൽ യഥാസമയം ബോധവാന്മാരായി തവക്കുലിൻ്റെ കയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ പ്രതീക്ഷയ്ക്കും ഉറച്ച വിശ്വാസത്തിനുമായിരിക്കും നിലനിൽപ്പുണ്ടാവുക.